ഹലോ. ഓക്കെ, അപ്പോൾ നമുക്ക് SFD-BMD കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ UDLന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമും പറഞ്ഞു, കാന്റിലിവർ ബീമും പറഞ്ഞു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓവർഹാങ് ബീമിന്റെ UDLന്റെ 2 കേസുകളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഓവർഹാങ് ബീം വരയ്ക്കാം. ABCD 3 meter, 4 meter, 3 meter ഫുള്ള് UDL കൊടുക്കുവാണ്. മാഗ്നിറ്റ്യൂഡ് 7-10 5 kN/m. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഓവർഹാങ് ബീമിന്റെ SFD-BMD ആണ് ഞാൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റാറ്റിക് ഇൻഡെറ്റർമിനൻസി ഒന്നും ഞാൻ വീണ്ടും കണ്ടുപിടിക്കുന്നില്ല. അത് സ്റ്റിൽ മനസ്സിലാവാത്തവർ ഇക്വേഷൻ ഇടയ്ക്കുന്ന വീഡിയോ കാണുന്നവർ ആദ്യത്തെ വീഡിയോകൾ കാണുക. ഓക്കെ, സെൻട്രൽ പോയിന്റിൽ നിന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് പോയിന്റ് എടുക്കുക. SFD BMD. ഓക്കെ, അപ്പോൾ ഞാൻ റിയാക്ഷൻ കമ്പോണൻസ് മാർക്ക് ചെയ്യാം. ഇവിടെ B ആണ് എൻ്റെ ഇഞ്ച്, B ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ, C ഹൊറിസോണ്ടൽ റിയാക്ഷൻ. സിഗ്മ FX എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം HB will be equal to 0. അതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവില്ല. RB സിഗ്മ FY equal to 0 ഇവിടെ എടുത്താൽ RB plus RC is equal to 5 into 710 5 into 10 50 kN. ഓക്കെ, ഞാൻ മൊമെന്റ് വിത്ത് 5 into 710. ഞാൻ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു B എടുക്കുവാണ്, ഈക്വൽ ടു 0. ഇതിലെ മൊമെന്റ് 0 ആണെന്ന് എനിക്കറിയാം. ഞാൻ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു B എടുക്കുമ്പോൾ ഇവിടെ എനിക്ക് ബിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള UDL കൊടുക്കുന്ന മൊമെന്റിന്റെ ഡയറക്ഷനും ബിയുടെ റൈറ്റ് സൈഡിലോട്ടുള്ള UDL കൊടുക്കുന്ന മൊമെന്റിന്റെ ഡയറക്ഷനും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് എടുക്കുവാണ്. ഓക്കെ, ബിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള UDL നോക്കിയാൽ ആ ഒരു UDL 5 kN തന്നെയാണ്. അത് 3 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല അതൊരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെന്റ് ആണ് B എന്ന് പറയുന്ന ജോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ -5 into 2 5 into 3 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ആയിട്ട് ഞാൻ അതിനെ മാറ്റി, ഇൻറ്റു 3/2 എന്ന് പറഞ്ഞ ലിവർ ആമം കിട്ടി. ആ പോയിന്റ് ലോഡ് 3യുടെ നടുക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 3/2 പിന്നെ പ്ലസ് ബാക്കി UDL ഫുള്ള് എന്ന് പറയുമ്പോഴത്തേക്കും 5 into 7 into 7/2 മൈനസ് RC into 4 equal to 0. അപ്പോൾ എനിക്ക് RC കിട്ടും, അത് RB കിട്ടും. RC നോട്ടെ -5 into 3 into 1.5 plus 5 into 7 into 3.5. ഓക്കെ, RC എനിക്ക് കിട്ടുന്നത് 25. RC കിട്ടുന്നത് 25. 25 സിമെട്രിയാണ്. 25 കിട്ടത്തുള്ളൂ. 25 RB 25 kN. ഓക്കെ, ആക്ച്വലി ഇതെനിക്ക് ഇതൊന്നും കണ്ടുപിടിക്കാതെ തന്നെ എനിക്ക് ഇതിന്റെ RB RC പറയാം. സിമെട്രിക് ലോഡിംഗ് ആണ്, അതിന്റെ സ്പാനും സിമെട്രിക് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യം ഹാഫ് ആയിട്ട് തന്നെ ആ ലോഡ് B എന്ന് പറയുന്ന സപ്പോർട്ടിലും C എന്ന് പറയുന്ന സപ്പോർട്ടിലും പോകും. ഓക്കെ, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് അത് അങ്ങനെ ആ ഒരു അപ്രോച്ച് എടുക്കാവുള്ളൂ. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് കാണിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ ഞാൻ SFD വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കിയാൽ എൻ്റെ ഫോഴ്സുകളെല്ലാം താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിൽ ഞാനൊരു സെക്ഷൻ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ആ UDL മൊത്തം താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ UDLന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 × 3 15 എന്ന് പറഞ്ഞിട്ട് ഒരു ലീനിയർ ലൈൻ ആയിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും 15. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ RB എന്ന് പറഞ്ഞ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ -15 + 25 എന്ന് പറയുമ്പോഴത്തേക്കും അത് 10ൽ വന്ന് നിൽക്കും. ഓ 10ൽ വന്ന് നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കിയാൽ 5 × 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു സെക്ഷൻ എടുത്താൽ അതിന്റെ ലെഫ്റ്റ് നോക്കിയാൽ ബാക്കിയുള്ളത് 5 × 4. അപ്പോൾ 10 -20 -10ലേക്ക് ഇത് വന്ന് നിൽക്കും. -10 മൈനസ് ഒന്നും എഴുതണ്ട, താഴോട്ട് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് RB എന്ന് പറഞ്ഞ ഫോഴ്സ് കമ്പോണന്റ് വരും. RC എന്ന് പറഞ്ഞ ഫോഴ്സ് കമ്പോണന്റ് വരും. അപ്പോൾ -10 + 25 ചെയ്യുമ്പോൾ 15ലേക്ക് വരും. 15ലേക്ക് വരും. അവിടെ നിന്ന് ഡിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു 5 × 3 കുറയുന്നു. അപ്പോൾ അത് 0ലേക്ക് വരും. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ എക്സാക്ട്ലി സെന്ററിലാണ് എനിക്ക് ഇവിടെ 0 വരുന്നത് കേട്ടോ. ഇത് എക്സാക്ട്ലി സെന്ററിലാണ് ഇവിടെ 0 വരുന്നത്. അപ്പം നമ്മൾ ഈ എക്സാക്ട്ലി സെന്റർ നോക്കിയാൽ ഈ 0 ക്രോസിംഗ് പോയിന്റ് കാണാൻ പറ്റും. എക്സാക്ട്ലി സെന്റർ എന്ന് പറയുമ്പോൾ RB എന്ന് പറയുന്നത് മുകളിലോട്ട് 5 × 5 എന്ന് വരെ 5 × 5 എന്ന് പറഞ്ഞ ഭാഗം താഴോട്ട്. അപ്പൊ എക്സാക്ട്ലി സെന്ററിലാണ് എനിക്ക് ഇവിടെ 0 ഷിയർ ഫോഴ്സ് വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഞാൻ ഇവിടെ ഇത് മാർക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഓക്കെ 2 മീറ്റർ. അപ്പോൾ ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിലാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 0 ഷിയർ ഫോഴ്സ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ഞാൻ ABCDE എന്ന് വിളിക്കുന്നത്. ഇ എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 0 ഷിയർ ഫോഴ്സ് ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 0 ഷിയർ ഫോഴ്സ് ആണ്. മാക്സിമം ഷിയർ ഫോഴ്സുകൾ കാണുന്നത് നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് വരുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പാരബോള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ വരയ്ക്കുമ്പോൾ എനിക്ക് മാക്സിമം സ്ലോപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റേണ്ടത് സപ്പോർട്ടിലോട്ട് വരുമ്പോഴേക്കും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ പാരബോള വരച്ചാൽ ഞാൻ ഇങ്ങനെയായിരിക്കും ആ പാരബോള വരയ്ക്കുക. കാരണം ഇവിടെ ഞാനൊരു ടാൻജന്റ് എടുത്താൽ ബേസിക്കലി അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് മാറും എ എന്ന് പറയുന്ന പോയിന്റിൽ. കാരണം ഇവിടെ 0 ഷിയർ ഫോഴ്സ്, സ്ലോപ്പ് 0, ഷിയർ ഫോഴ്സ് 0. ഇവിടെ ഞാനൊരു ടാൻജന്റ് എടുത്താൽ അത് മാക്സിമം ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചാൽ അത് ഞാൻ ടാൻജന്റ് ലാസ്റ്റ് വരച്ച് കാണിക്കാം, വേറെ അല്ലെങ്കിൽ ഈ കൂടെ വരയ്ക്കും. ടാൻജന്റ് ഹൊറിസോണ്ടൽ ലൈൻ ടാൻജന്റ്. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ബി എന്ന് പറയുന്ന പോയിന്റിൽ താഴോട്ട് വരയ്ക്കേണ്ട. ഓക്കെ, ബി ഞാൻ താഴോട്ട് വരയ്ക്കാൻ കാരണം ബിയിൽ സെക്ഷൻ എടുത്ത് ഞാൻ ലെഫ്റ്റ് നോക്കിയാൽ മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 × 3 × 3/2 22.5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് പാരബോള എങ്ങനെ വരയ്ക്കാം? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പാരബോള പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പാരബോള പോലെ വരച്ചാൽ എനിക്ക് ബി എന്ന് പറയുന്ന ഞാൻ ഇ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ആദ്യം ഞാൻ എത്രയെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം.
ഇ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ഞാൻ സെക്ഷന്റെ ലെഫ്റ്റ് എടുക്കുക. സെക്ഷന്റെ ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 5 ഇൻറ്റു 5 ഇൻറ്റു 5/2 5 ഇൻറ്റു 5 ഇൻറ്റു 5/2 എന്ന് പറഞ്ഞ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, വിച്ച് ഇസ് നെഗറ്റീവ്, പ്ലസ് RB ഇൻറ്റു 2 RB ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 2 25 ഇൻറ്റു 2 12.5 എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ആണ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്. 12.5 5 ഇൻറ്റു 5 ഇൻറ്റു 5/2 RB 25 ഇൻറ്റു 2 12.5 തന്നെയാണോ? 0 അല്ലേ അവിടെ? RB ME എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് സെക്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്താൽ ഇവിടെ 5 ഇൻറ്റു 3 ഇൻറ്റു 2 ഇത് കൃത്യം 2 5 ഇൻറ്റു മൈനസ് 5 ഇൻറ്റു 5 ഇൻറ്റു 3 പ്ലസ് 2 5/2 പ്ലസ് 25 ഇൻറ്റു 25 ഇൻറ്റു 2 ഇത് തന്നെയല്ലേ 125/2 പ്ലസ് 50 12.5 എന്ന് പറഞ്ഞൊരു മൊമെന്റിലേക്കാണ് 12.5 എന്ന് പറയുന്ന മൊമെന്റിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സീറോയിലേക്ക് ഇത് നമുക്ക് സ്ലോപ്പിന്റെ കേസ് നോക്കാം. ഇനി ഞാൻ സ്ലോപ്പിന്റെ കേസ് നോക്കുമ്പോൾ ഞാൻ ബി എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിൽ എനിക്ക് ടാൻജന്റ് വരച്ചാൽ മാക്സിമം സ്ലോപ്പ് കിട്ടണം. എന്നാൽ ഇ എന്ന് പറയുന്ന ലൊക്കേഷനിൽ വരച്ചാൽ എനിക്ക് അവിടെ ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പൊ എനിക്ക് അവിടെ ഒരു മിനിമം സ്ലോപ്പ് ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, ഇതാണ് എന്റെ മുമ്പിലുള്ള കണ്ടീഷൻ. ഓക്കെ, മിനിമം സ്ലോപ്പ് കിട്ടണം. അപ്പോൾ ഇ എന്ന് പറയുന്ന സെന്റർ പോയിന്റിൽ എന്തായാലും എന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് 0 ഒന്നും കിട്ടിയില്ല. എനിക്ക് ME എന്ന് പറയുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 12.5 മൈനസ് 12.5 എന്നുള്ള ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അതായത് 5 കിലോ ന്യൂട്ടൺ 3 പ്ലസ് 2 5/2. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇ എന്ന് പറയുന്ന ഞാൻ ഇതെങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, 12.5 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ എഴുതുക. 12.5 ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഞാൻ ടാൻജന്റ് ഇവിടെ നിന്ന് ഞാൻ ടാൻജന്റ് വരച്ചാൽ എനിക്ക് തീറ്റ മാക്സ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് 0 ആയത് കാരണം ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ റൈറ്റ് എടുക്കുന്നില്ല, സിയുടെ ലെഫ്റ്റ് തന്നെ എടുക്കുക. അപ്പോൾ 5 ഇൻറ്റു 7 ഇൻറ്റു 7/2 മൈനസ് 122.5 കിട്ടും, പ്ലസ് RB ഇൻറ്റു 4 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 22.5 കിട്ടും. അപ്പോൾ ഇവിടെയും എനിക്ക് 22.5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ് വരുന്നത്, 22.5. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഞാൻ ഒരു ടാൻജന്റ് ഇവിടെ വരച്ചാൽ എനിക്ക് മാക്സിമം സ്ലോപ്പ് കിട്ടും. ഷിയർ ഫോഴ്സ് കൂടിയ പോയിന്റ് അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട്. ഓക്കെ, ഇനി ഞാൻ CD എന്ന് പറയുന്ന പോയിന്റ് നോക്കുമ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കും വരയ്ക്കും. CD എന്ന് പറയുന്ന പോയിന്റിലും ഈ ഒരു സിനാരിയോ ആയിരിക്കും വരുന്നത്. ടാൻജന്റ് വരച്ചാൽ ഇവിടെ നിന്ന് ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് 0 തന്നെ കിട്ടും. അതായത് 5 ഇൻറ്റു 10 ഇൻറ്റു 5 മൈനസ് 250 പ്ലസ് 25 ഇൻറ്റു 7 പ്ലസ് 25 ഇൻറ്റു 3 0. MCക്ക് ഒരു വാല്യൂ കിട്ടും. MC 22.5 തന്നെയാണ് കിട്ടുന്നത്, നെഗറ്റീവ്. MD എന്ന് പറയുന്നത് എനിക്ക് 0 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിലേക്ക് വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിലേക്ക് വരുമ്പോൾ ഇവിടെ
എല്ലാം പാരബോളയാണ്. ഇവിടെ ഒരു ക്രോസിംഗ് നടക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ടോട്ടലി എനിക്ക് ഒരു ഹോഗിങ് പ്രൊഫൈലാണ് ടോട്ടലി കിട്ടുന്നത് അല്ലേ. ക്രോസിംഗ് നടക്കുന്നുണ്ടായിരുന്നോ? 1075 ഇല്ല. എം സി എന്ന് പറയുന്നത് 5 into 7 into 7 into 0.5 into -1 plus 25 into 4. ഇല്ല, ക്രോസിംഗ് നടക്കുന്നില്ല. എനിക്ക് ഫുള്ളി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹോഗിങ് പ്രൊഫൈലാണ് എനിക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഓവർഹാങ് ബീമിന്റെ ഒരു പ്രൊഫൈൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ UDLന്റെ കേസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് പാരബോള, വേറെ ഒരു പോയിന്റ് ലോഡും ഇവിടെ കൊടുക്കാത്തത് കൊണ്ട് BMD ഈ കംപ്ലീറ്റ്ലി പാരബോളിക് നേച്ചറിലാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ഒരു ഓവർഹാങ് ബീമിന്റെ ബീം പോയിന്റ് ലോഡും UDLും ഉള്ള കേസിലെ ഒരു ഓവർഹാങ് ബീം. ഓക്കെ, ഞാൻ ഒരു സൈഡ് മാത്രം ഓവർഹാങ് ഉള്ള ഒരു ബീം എടുക്കാം. ഓവർഹാങ് 2 വെറൈറ്റിയിൽ നമുക്ക് ചെയ്ത് പോവാം. B, C, ഇവിടെ ഒരു പോയിന്റ് ലോഡും ഇവിടെ ഒരു മീഡിയം. Five kilonewton per meter, 5 into 6, 30, 40 kilonewton. Okay, degree of static indeterminacy എന്താണ് 0 ആയിരിക്കും. ഇവിടെ നിന്ന് ഞാനൊരു ഡ്രോപ്പ് പോയിന്റ് എടുക്കുവാണ്. ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോയിന്റ് എടുക്കും. SFD ഓക്കെ, നിങ്ങൾക്ക് കൂടെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. vertical reaction, horizontal reaction, vertical reaction. Sigma fx equal to 0 എടുത്താൽ naturally HA will be equal to 0. ഒരു മിനിറ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പോസ് എടുക്കുന്നത് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര വിയേർഡാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റിയാക്ഷൻസ് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ സിഗ്മ FI is equal to 0. അപ്പോൾ എൻ്റെ RA plus RB is equal to 5 into 6, 30 plus 40, 70 kilonewton. ഓക്കെ, മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു A ഞാൻ എടുക്കുവാണ്. A എടുക്കുമ്പോൾ 5 into 6 into 6/2 which is 3 എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ് മൊമെന്റ് പ്ലസ് 40 into 6 plus 3, 9. 40 into 9 minus RB into 6 equal to 0. അപ്പോൾ RB is equal to RA is equal to നമുക്കിനി UVLും കൂടെ ഉണ്ടല്ലേ. UVL ഈ 4 ബീമും കൂടെ നമുക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ കേസ് ബീമും കൂടെ ഞാനൊന്ന് ചെയ്യാം. എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ചെയ്യാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ എന്തായാലും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ലാസ്റ്റ് പറയാം. 5 into 6 into 3 plus 40 into 9 divided by 6, 75. നെഗറ്റീവ് വന്നല്ലോ. 5 നെഗറ്റീവ് വരണം. നെഗറ്റീവ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വേണ്ടിയിരുന്നത്. 5 into 6 into 3 plus 40 into 9 divided by 6. ഓക്കെ,
ആർ ബി എന്ന് പറയുന്നത് എനിക്ക് 75 കിലോ ന്യൂട്ടൺ കിട്ടി. ആർ ബി എന്ന് പറയുന്നത് എനിക്ക് 75 കിലോ ന്യൂട്ടൺ കിട്ടി. 5 into 6 into 3 5 into 6 into 3 6/3 plus 40 into 6 plus 3 9 divided by 6 5. അപ്പോൾ ആർ എന്ന് പറയുന്നത് എനിക്ക് -5 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ ഡയറക്ഷൻ റിവേഴ്സ് ആണ്. ഞാൻ എനിക്ക് നെഗറ്റീവ് കിട്ടിയ സ്ഥിതിക്ക് ഇതാണ് എൻ്റെ കറക്റ്റ് ഡയറക്ഷൻ, ആറയുടെ ഡയറക്ഷൻ. ഓക്കെ, ആറയുടെ ഡയറക്ഷൻ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ആറയുടെ ഡയറക്ഷൻ ഈ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 കിലോ ന്യൂട്ടൺ എന്ന് എഴുതാം. 5 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ഇവിടെ എഴുതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിയിരുന്നാൽ മതി 5 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ നോക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ഇവിടെ 5 കിലോ ന്യൂട്ടൺ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഞാൻ താഴോട്ട് വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു ഡി എൽ ഞാൻ സെൻട്രൽ പോയിന്റിലോട്ട് ഞാൻ പോകുന്നില്ല. യു ഡി എൽ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ അതും താഴോട്ടാണ്. അപ്പോൾ ഇവിടെ 5ന്റെ കൂടെ തന്നെ 5 into 6 35 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് ഇത് വരും. 35 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് വരും. ഇവിടെ എത്തുമ്പോഴത്തേക്കും ആർ ബി മുകളിലോട്ട്, ആർ ബി എന്ന് പറയുന്നത് 75, അപ്പോൾ -35 + 75 എന്ന് പറയുമ്പോഴത്തേക്കും 40ലേക്ക് ഇത് വന്ന് നിൽക്കും. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതുവരെ പോകും. ഇവിടെ എത്തുമ്പോഴത്തേക്കും 40 താഴോട്ട് 0. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ്. ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ബാക്കി ഭാഗത്ത് ഷിയർ ഫോഴ്സ് ഇല്ല, കാരണം അവിടെ ഫോഴ്സുകൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഹിഞ്ചിലെ ബെൻഡിങ് മൊമെന്റ് ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടുത്തെ സെന്റർ പോയിന്റ് ഒന്ന് ഞാൻ പിക്ക് ചെയ്യാൻ നോക്കുക. സെന്റർ പോയിന്റ് ഇപ്പൊ പാരബോളിക് ആയിട്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, പാരബോളിക് ആയിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷിയർ ഫോഴ്സ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് എൻ്റെ എ എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ അവിടെയാണ്. ഫർദർ പോകും തോറും ഷിയർ ഫോഴ്സ് കൂടി ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഷിയർ ഫോഴ്സ് കൂടി 35 കിലോ ന്യൂട്ടണിലേക്ക് വരുന്നു. അപ്പോ 0 എന്ന് പറയുന്ന സാധനം എന്റെ ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ എനിക്ക് ടാൻജന്റ് ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ എവിടെ വരച്ചാലും എനിക്കൊരു ഹൊറിസോണ്ടൽ ടാൻജന്റ് കിട്ടില്ല പാരബോളയിൽ. ഓക്കെ, അപ്പൊ ചെറിയ സ്ലോപ്പ് ഉള്ള പാരബോള എങ്കിലും വേണം. അത് നമുക്ക് ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് എന്റെ ബി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് ഒരു മൊമെന്റ് വാല്യൂ ഒരു ഷിയർ ഫോഴ്സ് വാല്യൂ ഉണ്ട്. അവിടെ ഞാൻ ടാൻജന്റ് വരച്ചാൽ എനിക്ക് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എന്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 0 ആയിട്ട് പാരബോള എനിക്ക് വരച്ചെടുക്കാൻ പറ്റില്ല. എ എന്ന് പറയുന്ന പോയിന്റിലും ഷിയർ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരച്ചാൽ അത് ശരിയാവില്ല. ഇങ്ങനെ ഒരു പാരബോള വരച്ചാൽ ശരിയാവില്ല, കാരണം ബിയിൽ അവിടെ ടാൻജന്റ് വരച്ചാൽ അത് 0 ആവും. എയിൽ അവിടെ മാക്സിമം ആവും. എയിൽ അവിടെ അല്ല മാക്സിമം, ബിയിൽ അവിടെയാണ് എനിക്ക് മാക്സിമം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരയ്ക്കും, ഇങ്ങനെ അകത്തുനിന്ന് ഒരു പാരബോള. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു പാരബോള ഞാൻ വരയ്ക്കും. ഓക്കെ, ഇത് പാരബോളയാണ്. ഞാൻ 2 ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി. ഇങ്ങനെ ഒരു പാരബോള വരയ്ക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മേക്ക് ചെയ്യാവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ടാൻജന്റ് ഞാൻ വരച്ചാൽ അത് ഹൊറിസോണ്ടൽ ആയിരിക്കില്ല. അത് ഒരു ചെറിയ തീറ്റ മിനിമം ഉണ്ടാവും. അത് പോയിന്റ് കൂടുന്നതനുസരിച്ച് ആ ടാൻജന്റിന്റെ ആംഗിൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് ആംഗിൾ കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ വരുന്നുണ്ട്. ഷിയർ ഫോഴ്സ് 5ൽ നിന്ന് കൂടി 35ലേക്ക് വരുന്നു. അപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആവുന്നു. ഫർദർ ഇങ്ങോട്ട് ഓരോരോ പോയിന്റിലോട്ട് പോകുമ്പോഴത്തേക്കും ആ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. ഇവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് മിനിമം ആവുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പാരബോളയാണ് ഞാൻ അവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ഇനി ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഞാൻ ഈ പാരബോള UDLന്റെ ആ ഭാഗം ഞാൻ അവിടെ അങ്ങ് വരച്ച് നിർത്തി. ഞാൻ ഇവിടെ നിന്ന് ഈ പോയിന്റ് ഞാൻ ഈ പോയിന്റിന് ഞാൻ
ഈ പോയിന്റ് ഞാൻ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഡി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ മൊമെന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ സെക്ഷന്റെ ലെഫ്റ്റ് എടുത്ത് തന്നെയാണ് നോക്കുന്ന ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 ഇൻറ്റു ആന്റി ക്ലോക്ക് വൈസ് ആണ്, 6 താഴോട്ടായതുകൊണ്ട് 5 ഇൻറ്റു 9 മൈനസ് 5 ഇൻറ്റു 6 ഇൻറ്റു 6/2 പ്ലസ് 3 പ്ലസ് RB ഇൻറ്റു 3 ഓക്കെ, minus 5 into 9 minus 5 into 6 into 6/2 3 plus 3 9 plus 75 into 3 75 into 3 90 ആണോ? അപ്പോൾ 5 into 6 plus 3 9 5 into 3 9 minus 45 6/2 plus 3 5 into 6 minus 180 plus 75 into 3 225. ഓക്കെ, 0 തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ? 0 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 0 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാരബോള വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ ആ ഒരു പാരബോള ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഞാൻ അത് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. ഇവിടെ നിന്ന് തീറ്റ മാക്സ്, ഇവിടെ നിന്ന് 0. ഓക്കെ, ഇവിടെ നിന്ന് 0ലേക്ക് വന്ന് നിൽക്കുന്നു തീറ്റ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെന്റ് ഷേപ്പ് ആണ് എനിക്ക് ഇവിടെ കിട്ടുക ഈ ഒരു പാരബോളയ്ക്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ ഓവർഹാങ് ബീമിന്റെ ഈ ഒരു ടൈപ്പ് ലോഡിങ്ങും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ രണ്ട് ഓവർഹാങ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും കംപ്ലീറ്റ്ലി ഹോഗിങ് നേച്ചറിലുള്ള മൊമെന്റ് ആണ് ഈ ബെൻഡിങ് മൊമെന്റിലും കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും കംപ്ലീറ്റ്ലി ഹോഗിങ് നേച്ചറിലുള്ള മൊമെന്റ് ആണ് കണ്ടതല്ലേ. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഞാൻ എത്ര നോക്കിയില്ല. ഓക്കെ, ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡും കൂടി ഞാൻ എഴുതാം. MB എന്ന് പറഞ്ഞ ഭാഗത്തെ മാഗ്നിറ്റ്യൂഡ് 120 വരാണ്ട് 120 40 into 2 120. ഇവിടെ നിന്ന് നോക്കുമ്പോഴും 120 വരണം. 5 into 6 into 3 plus 5 into 120 എന്ന് പറയുന്നത് ഹോഗിങ് നേച്ചറിലുള്ള മൊമെന്റ്. അപ്പൊ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇലാസ്റ്റിക് കർവ് വരച്ചില്ല? ഇലാസ്റ്റിക് കർവ് നമുക്ക് എല്ലാ കേസുകളിലും നമുക്ക് ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രെഡിക്ഷൻ ആണ് കേട്ടോ. ഇലാസ്റ്റിക് കർവ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ബെൻഡിങ് നേച്ചർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകളിൽ നമുക്ക് ഇലാസ്റ്റിക് കർവ് വ്യക്തമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കർവ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു കാര്യമായിട്ട് സേ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓവർഹാങ് പോലത്തുള്ള ബീമുകളിൽ നമുക്ക് ഇലാസ്റ്റിക് കർവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഒരു പാറ്റേണിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഹോഗിങ് നേച്ചറിലുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇലാസ്റ്റിക് കർവ് ഞാൻ ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചാൽ കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഓക്കെ, ഇതെല്ലാം ഹോഗിങ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് കർവ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഒന്നും ഇലാസ്റ്റിക് കർവിന്റെ ഒരു നാച്ചുറൽ ഫ്ലോ പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ഇത് വരയ്ക്കുന്നത്. പക്ഷെ നമുക്കിവിടെ സാഗിങ് പ്രൊഫൈൽ അല്ല കിട്ടിയത് എന്നും കൂടി ഓർക്കുക. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഇതുണ്ടാവില്ല. ഈ ഡിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഡിയിൽ ഇലാസ്റ്റിക് കർവ് അല്ലേ, ഇലാസ്റ്റിക് കർവ് ഒരു ബെൻഡിങ് ഉണ്ടാവും, ബീമിന്റെ ഫുൾ ഇതിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കർവാണ് നമുക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്, കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്.
കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്. കാരണം ഇത് അതായത് ഇത് കംപ്ലീറ്റ്ലി ഹോഗിങ് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഹോഗിങ് പ്രൊഫൈല് അത് കഴിഞ്ഞ് ഈ ഭാഗവും ഹോഗിങ് നേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഹോഗിങ്. ഓക്കെ, ഇതിന്റെ ഹോഗ് മറ്റേതിന്റെ ഹോഗുമായിട്ട് ഓവർലാപ്പായി ഈ ഷാഗിനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക്കലി ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഹോഗിങ് എന്ന് പറയുമ്പോൾ. ഇതൊരു പീസ് ഫുള്ള് ഹോഗിങ്, ഒരു സാഡ് ഫേസ്, ഇത് അടുത്ത സാഡ് ഫേസ്, രണ്ട് സാഡ് ഫേസുകൾ അടുത്തടുത്തിരിക്കുന്നു. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു ഹാപ്പി ഫേസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കാരണം ആ സാഡ് ഫേസ് രണ്ടും ഓവർലാപ്ഡ് എന്നുള്ള രീതിയിലാണ് ഇലാസ്റ്റിക് കർവിന്റെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോഗിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർഹാങ് ബീമിന്റെ കേസുകൾ യു ഡി എല്ലിൽ വരുന്നത്. ഓവർഹാങ് ബീമിന്റെ യു ബി എൽ കേസ് നമുക്കില്ല. നമ്മൾ ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ യു ബി എല്ലിലേക്ക് നമ്മൾ പോവാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ യു ബി എല്ലും ഇതെല്ലാം കൂടെ വരുന്ന ഒരു കേസും, അതുപോലെ യു ബി എല്ലിൽ വന്ന കേസും, പിന്നെ കാൻഡിലിവർ ബീമിന്റെ യു ബി എല്ലിൽ വരുന്ന കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. യു ബി എല്ല് പോയിന്റോട് വരുന്ന കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ SFD PMD ഞാൻ വൈൻഡപ്പ് ചെയ്യും. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ട്, പക്ഷെ നമുക്കതിന് ടൈം ഇല്ല. നമുക്ക് ബാക്കി മൊഡ്യൂളും കൂടെ ചെയ്യാം. എനിക്ക് ഇന്ന് റെക്കോർഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ബാച്ചിന് സമയം നിങ്ങൾക്ക് എസ് എടുത്തതുപോലെ എടുക്കാൻ പറ്റിയാൽ ഞാൻ അങ്ങനെ എടുക്കാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് beam with UVL, full UVL എടുക്കാം. A, B, ഓക്കെ. റിയാക്ഷൻ. ഓക്കെ, വേറെ ഒന്നുണ്ട്, മാത്രമേ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്തായാലും 0 ആണ്, ഞാൻ കണ്ടുപിടിക്കുന്നില്ല. HA is equal to 0 ആണ്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്താൽ ഞാൻ കണ്ടുപിടിക്കുന്നില്ല. VA plus VB is equal to എന്താണ്? ഏരിയ ഓഫ് ദി UVL. UVLന്റെ ഏരിയ എത്രയാണോ അതാണ് എൻ്റെ VA plus VB. 1/2 into 5 into 6. Okay, this is equal to 15 kilonewton. 15 kilonewton, equation 1. ഞാൻ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ എടുക്കുന്നു. മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ എടുക്കുമ്പോൾ UVLന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഞാൻ UVLനെ ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റുവാണെങ്കിൽ അതിന്റെ ഏരിയ, ഓക്കെ, 1/2 into 5 into 6, ആ ട്രയാങ്കിളിന്റെ ഏരിയ. ഇത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിനെ ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റിയാൽ അത് ഈ ബേസ് ഉള്ള ഫേസ്, അതായത് ബേസ് ഉള്ള ഫേസിൽ നിന്ന് L/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. L/3 എന്ന് പറഞ്ഞാൽ 6/3 ഡിസ്റ്റൻസ് മാറിയിട്ട്. ഇനി അപ്പെക്സ് ഉള്ള ഫേസിൽ നിന്നാണെങ്കിൽ 2L/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അപ്പെക്സ് ഉള്ളത്. അതായത് ഇതിനൊരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റിയാൽ ഇത് L/3യും ഇത് 2L/3 ആയിരിക്കും. അപ്പോൾ എയിൽ നിന്നാണ് ഞാൻ മൊമെന്റ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് 1/2 into 5 into 6 into L/3, which is 6/3 നെഗറ്റീവ് അല്ല പോസിറ്റീവ് minus RB into 6 equal to 0. RB is equal to RA is equal to RB is equal to RA. Sorry, RB is equal to RA അല്ല, RB എത്രയാണ്? 5 into 6 into 0.5 into 6 divided by 3 minus 1 divided by 6, 5. RB is equal to 5. RB is equal to 5 kilonewton.
15 into 6 divided by 3 divided by 6. RB is equal to 5 kilonewton, RA is equal to 10 kilonewton. RA is equal to 10 kilonewton. Okay, അപ്പോൾ RB RA കിട്ടി. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന യെല്ലോ ലോഡിംഗ് ആണെന്ന് വിചാരിക്കരുത്. അത് ഞാൻ UVL-നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോയിൻ ലോഡായിട്ട് മാറ്റുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കെച്ചാണ്. അത്രയും മാത്രം ഓർക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എയിൽ നിന്ന് ഷിയർ ഫോഴ്സ് വരയ്ക്കാൻ നോക്കുവാണ്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം തന്നെ എനിക്ക് ഇവിടെ പാരബോളയാണ്. UVL വരുമ്പോൾ എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം തന്നെ എനിക്ക് പാരബോളിക് നേച്ചറിലാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഓക്കെ, y is equal to mx square എന്നുള്ള രീതിയിലാണ് എന്റെ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, കാരണം ഏരിയ വേരിയേഷൻ ആണ് പവർ. ഓക്കെ, അപ്പോ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് സെക്ഷൻ എടുത്താൽ RA എന്ന് പറഞ്ഞ 10 എന്ന് പറഞ്ഞ ഫോഴ്സ് മുകളിലോട്ടാണ്, അത് മുകളിലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതിന്റെ ഏരിയ കറസ്പോണ്ടിംഗ്ലി കുറച്ച് വരാം അല്ലെ. ഇതിന്റെ ഏരിയ കറസ്പോണ്ടിംഗ്ലി ഞാൻ കുറച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് പിക്ക് ചെയ്യാൻ നോക്കിയാൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു സെക്ഷൻ എടുത്താൽ 10 മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ ഇത് വന്ന് മീറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 10 മൈനസ് 15 -5 എന്നിട്ട് അവിടെ നിന്ന് RB വരുമ്പോഴത്തേക്കും അത് 0യിലേക്കും പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിനെ എനിക്ക് പാരബോളിക് ആയിട്ട് എനിക്ക് ഇതിനെ ജോയിൻ ചെയ്യണം. പാരബോളിക് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ പാരബോള എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, അപ്പോ എനിക്കറിയാം dm/dx എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്. ഓക്കെ, dm/dx എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്. അതാണ് എന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സ്ലോപ്പ് ഓഫ് BM. ഇനി d/dx ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റേറ്റ് ഓഫ് ലോഡിംഗ് റേറ്റ് അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞ UL ഫോമിലായിരിക്കും സാധനം വരുന്നത്. അതാണ് എന്റെ സ്ലോപ്പ് ഓഫ് SFD. അപ്പൊ SFDയുടെ സ്ലോപ്പ് കൂടി നിൽക്കണമെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള റേറ്റ് ഓഫ് ലോഡിംഗ് ഭയങ്കര കൂടുതലായിരിക്കണം. റേറ്റ് ഓഫ് ലോഡിംഗ്, എക്സ്റ്റേണൽ ലോഡിംഗിന്റെ റേറ്റ്. അപ്പൊ എന്റെ A എന്ന് പറയുന്ന പോയിന്റില് റേറ്റ് ഓഫ് ലോഡിംഗ് കൂടുതലാണ്. 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന റേറ്റിലാണ് A എന്ന് പറയുന്ന പോയിന്റിലുള്ള ലോഡ്. B എന്ന് പറയുന്ന പോയിന്റിൽ 0 എന്നുള്ള രീതിയിലാണ് ലോഡ്. അപ്പോൾ ഞാൻ ഒരു പാരബോള വരയ്ക്കുമ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ മാക്സിമം സ്ലോപ്പ് വരുന്ന രീതിയിലും B എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം സ്ലോപ്പ് വരുന്ന രീതിയിലും വേണം ഞാൻ ആ പാരബോള വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ പാരബോള വരയ്ക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ മാക്സിമം ആയിരിക്കും. ഇവിടെ ഞാൻ ടാൻജന്റ് വെച്ചാൽ റേറ്റ് ഓഫ് ലോഡിംഗ് അവിടെ 0 ആണ്. ഓക്കെ, എനിക്ക് ക്രോസിംഗ് പോയിന്റ് എല്ലാം കണ്ടുപിടിക്കാം. ക്രോസിംഗ് പോയിന്റ് എനിക്കൊരു ജനറൽ ഇക്വേഷൻ ക്രോസിംഗ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് അതുകൂടെ പറയാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഷിയർ ഫോഴ്സ് 0 ആണ്. അത് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് അറിഞ്ഞൂടാ. X ഡിസ്റ്റൻസ് ആണ് ഞാൻ ഫ്രം B എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ നോക്കുകയാണ്. ഞാൻ ലെഫ്റ്റ് സൈഡ് നോക്കുന്നില്ല. അതൊരു ട്രപ്പീസിയം പോലത്തെ ഒരു ഷേപ്പിന്റെ ഏരിയ എടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് നോക്കുകയാണ്. പക്ഷേ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് അതൊന്നും ചോദിക്കില്ല. അതായത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ട്രയാങ്കിൾ ഇൻ ടേംസ് ഓഫ് X എത്രയാണെന്ന് കണ്ടു. അതായത് ഞാൻ അപ്പുറത്ത് വരയ്ക്കും. അതായത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ലോഡിംഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ RB ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, എൻ്റെ ഇത് 6 മീറ്റർ ആണ്. ഓക്കെ, ഇത് എനിക്ക് X മീറ്റർ ആണ്. ഇത് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇത് എത്ര? അതായത് Y എത്ര? അപ്പോൾ 5/6 is equal to Y/X. ILD കോൺസെപ്റ്റ് ആണ്. Y is equal to 5/6 into X. Y is equal to 5/6 into X. അപ്പൊ ഞാൻ ഇനി ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ഈ സെക്ഷന്റെ റൈറ്റിൽ താഴോട്ടുള്ളത് പോസിറ്റീവ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ പോസിറ്റീവ്.
5/6 into x into 1/2 minus RB എത്രയായിരുന്നു? RB 5. ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഷിയർ ഫോഴ്സ് 0 എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ 5/12 x² ഈക്വൽ ടു 5 അല്ലേ? 5/12 x² is equal to 5. ഓക്കെ, അപ്പോൾ x is equal to എത്രയെന്ന് കണ്ടുപിടിക്കുക. x equal to 3.46 meter. ഓക്കെ, x equal to 3.46 meter. അപ്പോൾ 3.46 മീറ്ററിനകത്ത് എൻ്റെ ബിയിൽ നിന്ന് 3.46 മീറ്റർ ആകുമ്പോഴത്തേക്കും എൻ്റെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ബിയിൽ നിന്ന് 3.46 മീറ്റർ എൻ്റെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നും അതൊന്നും ചോദിക്കില്ല, കാരണം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ചോദിക്കാം. പക്ഷേ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ നമ്മൾ ഇവിടെ എൻകൗണ്ടർ ചെയ്തിട്ടില്ല അല്ലേ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ചോദിക്കാം, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അത് കാണിക്കാം. അങ്ങനത്തെ ഒരു പോയിന്റ് വരട്ടെ. ഇനി ഷിയർ ഫോഴ്സിന്റെ പോയിന്റ് ചേഞ്ചിലൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഷേപ്പ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും പാരബോളയാണ്, പക്ഷേ y is equal to mx³ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരബോളിക് വേരിയേഷൻ ആണ്. ഓക്കെ, mx³ mx² എല്ലാം നമുക്ക് ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുമ്പോൾ കാണാൻ ഒരുപോലെ ഇരിക്കും. അത് നമ്മൾ പ്രോപ്പർ ഡയമെൻഷൻസ് ഒക്കെ വെച്ച് വരച്ചാൽ നമുക്ക് കുറച്ച് വ്യത്യാസം എല്ലാം കാണാൻ പറ്റും. സെക്കൻഡ് ഡിഗ്രി പാരബോളയും ക്യൂബിക് പാരബോളയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പക്ഷേ BMD-യിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, കാണാൻ ഒരുപോലെ. ഓക്കെ, അപ്പൊ ഞാൻ BMD വരയ്ക്കുവാണ്. ഞാൻ BMD വരയ്ക്കുമ്പോൾ എനിക്ക് ഹിഞ്ച് പോയിന്റ്സിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എനിക്ക് 0 ആണെന്ന് അറിയാം, ഹിഞ്ച് പോയിന്റ്സിലെ. അപ്പോൾ ഞാനിത് എവിടെ ഒരു പോയിന്റ് എടുക്കും? ഓക്കെ, ഞാൻ ഈ L/3 ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ തന്നെ L/3 പോയിന്റ് എടുക്കണോ, അതോ എവിടെ ഒരു പോയിന്റ് എടുക്കാം? എവിടെ എടുത്താലും x കണ്ടുപിടിക്കണം. അപ്പം ടൈം കൺസ്യൂമിംഗ് ആണ് ഈ കാൽക്കുലേഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പറയാം. അതായത് ഞാൻ സെക്ഷന്റെ റൈറ്റിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ. സെക്ഷന്റെ റൈറ്റിൽ നിന്നാണ് ഞാൻ ബെൻഡിങ് മൊമെന്റ് ഇവിടെ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രപ്പീസിയം പോലത്തെ ഷേപ്പിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. അതിന്റെ ഇത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എനിക്ക് റൈറ്റ് ട്രയാങ്കിളിന്റെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഞാൻ സെന്ററിൽ ഒരു പോയിന്റ് അങ്ങ് എടുക്കാം. ഓക്കെ, ഞാൻ സെന്ററിൽ ഒരു പോയിന്റ് അങ്ങ് എടുക്കുവാണ്. സെന്ററിൽ 3 മീറ്ററിന്റെ അവിടെ ഒരു പോയിന്റ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് 0 ആണെന്നറിയാം, ഇവിടെയും 0 ആണെന്നറിയാം. അപ്പൊ ഞാൻ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ പ്രിഡോമിനൻസ് ഹിഞ്ചസിലോട്ട് തന്നെയാണ് എന്റെ ഷിയർ ഫോഴ്സ് പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലെല്ലാം എന്റെ ഷിയർ ഫോഴ്സ് കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം സെന്റർ പോയിന്റിലെ ഞാൻ C എന്ന് റെപ്രസെന്റ് ചെയ്തു. C എന്ന് പറയുന്ന സെന്റർ പോയിന്റിലെ മൊമെന്റ്. അപ്പോൾ സിയിൽ ഞാനൊരു സെക്ഷൻ എടുത്തിട്ട് സെക്ഷന്റെ റൈറ്റ് സൈഡ് നോക്കുവാണ്. ഓക്കെ, സെക്ഷന്റെ റൈറ്റ് സൈഡ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാം. UVL കുറച്ച് കോംപ്ലക്സ് ആണ്. എനിക്ക് ഡൗട്ടാണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കുമോ എന്നുള്ളത്. കുറച്ച് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. UVL മാത്രമുള്ള കേസ് ചോദിക്കാം. UVLന്റെ കൂടെ മൾട്ടിപ്പിൾ ലോഡിങ്സ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഇത് തൽക്കാലം നമുക്ക് C ആയിട്ട് എടുക്കാം. ഓക്കെ, C എന്ന് പറയുന്ന പോയിന്റ്, അതായത് 3 മീറ്ററിൽ എടുക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ഇവിടെ സെക്ഷൻ എടുത്താൽ സെക്ഷനിൽ നിന്ന് മുകളിലോട്ടുള്ളതാണ് എൻ്റെ ആന്റി ക്ലോക്ക് വൈസ് ആണ് എൻ്റെ പോസിറ്റീവ്. അപ്പോൾ MC എന്ന് പറഞ്ഞാൽ RB into 3 പോസിറ്റീവ് മൈനസ് ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5/6 ഈക്വൽ ടു y/3. ഓക്കെ, അപ്പോൾ y/3 5/6 ഈക്വൽ ടു y/3 15/6. അത് കഴിഞ്ഞ് 15/6 2.5 ആണല്ലോ, 2.5 ഹാഫ് ആണല്ലോ സിമെട്രി. ഓക്കെ, 2.5 ഹാഫ് ഇൻറ്റു 2.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞ ഏരിയ, ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ, ഈ ഷെയ്ഡഡ് ട്രയാങ്കിളിന്റെ ഏരിയ, ആ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു L/3 വിത്ത് റെസ്പെക്ട് ടു C പോയിന്റ് ആയതുകൊണ്ട് L/3. അപ്പോൾ 3/3
ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 2.5 ഇൻറ്റു 3 2.5 into 2.5 into 3 into 1.5 3.7 മൈനസ് 3.75. ഓക്കെ, അപ്പോൾ ആർ ബി എത്രയായിരുന്നു? ആർ ബി എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3 15 മൈനസ് 3.75 11.25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് എനിക്ക് എം സിയിൽ കിട്ടുന്നത്. എം സിയിൽ കിട്ടുന്നത് 11.25 എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ആണ്. ഇനി എം എയിൽ കിട്ടുന്ന എത്രയാണെന്ന് നോക്കാം. എം എയിൽ എന്ന് പറഞ്ഞാൽ ആർ ബി ഇൻറ്റു 6 മൈനസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 6/3 ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6 ആണ്. എം എ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ ട്രയാങ്കിൾ എടുക്കണം. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 6/3 ഓക്കെ, അപ്പോൾ ആർ ബി 5 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു /2 ഇൻറ്റു മൈനസ് പ്ലസ് ആർ ബി എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 6 0. എം എ എന്ന് പറയുന്ന മൊമെന്റ് 0 ആണ്. എം എ 0 ആണെങ്കിൽ കൺഫേം ആക്കാൻ പറ്റും. ഓക്കെ, എം സി എന്ന് പറഞ്ഞ മൊമെന്റ് എനിക്കുണ്ട്. എം സി എന്ന് പറയുന്ന മൊമെന്റ് 11.5 ആണ്. പക്ഷെ എം എ എന്ന് പറയുന്ന മൊമെന്റ് എനിക്ക് 0 ആണ്. അപ്പോൾ ഞാനിത് പാരബോള ആയിട്ട് വരയ്ക്കുമ്പോൾ ഇത് ഞാൻ എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം എനിക്ക് ഷിയർ ഫോഴ്സ് ഉള്ളിടത്തെല്ലാം എനിക്ക് സ്ലോപ്പ് ഉണ്ടാവണം. എന്നാൽ ഷിയർ ഫോഴ്സ് കുറഞ്ഞു നിൽക്കുന്ന പോയിന്റുകളിലെല്ലാം സ്ലോപ്പ് മിനിമം ആയിരിക്കണം. ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റുകളിൽ എൻ്റെ ഗ്രാഫിന്റെ ടാൻജന്റ് ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റുകളിൽ എൻ്റെ ടാൻജന്റ് ഇതായിട്ട് വരണം. ടാൻജന്റ് സ്ലോപ്പ് ടാൻജന്റ് വരച്ചാൽ അതൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറണം. നമുക്കിവിടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റുകൾ ഇവിടെ ക്രോസ് ചെയ്തു, ഇവിടെ വന്നു, ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, യു ഡി എൽ നമ്മുടെ യു ബി എൽ കേസിലൊന്നും വന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന ഒരു പോയിന്റ്, ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇതിനെ ഇവിടെ നിന്ന് ഇവിടെ ഓക്കെ, ഞാൻ ഇങ്ങനെ വരയ്ക്കും. ആക്ച്വലി അത് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് വരയ്ക്കും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റുമായിട്ട് എനിക്ക് പാരബോള ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് എൻ്റെ ടാൻജന്റ് 0 വരേണ്ടത്. ഓക്കെ, ഷിയർ ഫോഴ്സ് 0 വരുന്ന പോയിന്റ് ഇവിടെ നിന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചാൽ അത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇവിടെ നിന്ന് മാക്സിമം. അപ്പോൾ പാരബോള തന്നെ, ഇങ്ങനത്തെ ഒരു പാരബോള തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ അതൊന്ന് ഷിഫ്റ്റ് ചെയ്യും. യു ഡി എല്ലിന് കറക്റ്റ് നടുക്കാണ് ആ ഒരു സ്ലോപ്പ് 0 വരുന്ന രീതിയിൽ ആ ഒരു പീക്ക് പോയിന്റ് വരിക. യു ബി എല്ലിൽ ആ പോയിന്റ് നമ്മൾ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ പോയിന്റ് പിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പോയിന്റ് പിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്ലോപ്പ് എവിടെയാണ് 0 വരുന്നതെന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ താഴോട്ടാണ് വരച്ചത്. താഴോട്ട് ഇപ്പോൾ ആർ ബി എം സി എത്രയായിരുന്നു? അത് മുകളോടായിരിക്കും. കുഴപ്പമില്ല. എം സി 11.5 ആർ ബി മുകളോട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത്. തൽക്കാലം ഞാൻ ഇവിടെ പ്ലസ് എഴുതുക. ഓക്കെ, ഇത് മുകളിലോട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത്. ഞാൻ പോസിറ്റീവ് എഴുതി വെക്കുക. സാഗിങ് പ്രൊഫൈൽ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സാഗിങ് പ്രൊഫൈൽ തന്നെയാണ് സിംപ്ലി സപ്പോർട്ടിൽ ഉണ്ടാവുക. പോസിറ്റീവാണ്. ഞാൻ വരച്ചപ്പോൾ മുകളിലോട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത്. ഞാൻ വരച്ചപ്പോൾ അറിയാതെ താഴോട്ട് വരച്ചു. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ എക്സാമിന് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ സൈൻ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സൈൻ കറക്റ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സാഗിങ് പ്രൊഫൈൽ
പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു UVLന്റെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമോ ഷിയർ ഫോഴ്സ് ഡയഗ്രാമോ ഇരിക്കുക. ഓക്കെ, ഒരു UVL വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കോംപ്ലക്സ് കേസിലേക്ക് പോകുന്നില്ല, ഞാൻ കാൻഡിലിവറിലേക്ക് പോവുകയാണ്. ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരു ലാസ്റ്റിൽ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ UVLും UDLും പോയിന്റ് ലോഡും എല്ലാം ഉള്ള ഒരു കേസ് ചെയ്യാം. ഇനി ഞാൻ കാൻഡിലിവറിന്റെ UVLിലേക്ക് ഞാൻ പോവുകയാണ്. കാൻഡിലിവർ കുറച്ചും കൂടി ഈസിയാണ്. കാൻഡിലിവറിന്റെ UVLിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കട്ട് ഷോട്ട് ചെയ്യുക. ഞാൻ കാൻഡിലിവറിന്റെ UVLിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സിംപ്ലി സപ്പോർട്ടഡിന്റെ എല്ലാ ലോഡിങ്ങും കൂടെ ഉള്ള ഒരു കേസ് വരയ്ക്കാം. എല്ലാ ലോഡിങ്ങും കൂടെ ഉള്ള കേസ്. ഓവർ ഹാങ്ങിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് UVL വരില്ല. UVL നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ ഹാങ്ങിങ്ങിൽ പോയിന്റ് ലോഡും UDLും മാത്രമേ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നുള്ളൂ. അത് ഒരുമിച്ചുള്ള ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിംപ്ലി സപ്പോർട്ടഡിൽ ഇതെല്ലാം മൂന്നും കൂടെ വരുന്ന ഒരു കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മൊഡ്യൂൾ 3 ഞാൻ കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യുവാണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നും കൂടി ഒരു വീഡിയോ ചെയ്യാം. നോക്കട്ടെ, ഞാൻ ആദ്യം ബാക്കി മൊഡ്യൂൾസ് തീർക്കട്ടെ. ഒരുപാട് ടൈം ആവുന്നുണ്ട്. ബാക്കി മൊഡ്യൂൾസും കൂടെ എനിക്ക് എത്രത്തോളം തീർക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഞാനൊരു കാൻഡിലിവർ വിത്ത് UVL വരയ്ക്കാം. കാൻഡിലിവർ വിത്ത് UVL. A, B എല്ലാ 6 മീറ്ററും 5 കിലോമീറ്റർ എടുക്കുക. ഈ വീഡിയോ എത്ര മിനിറ്റായി? 52. ഓക്കെ, ഇവിടെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കാൻഡിലിവറിന്റെ അവിടെ 3 റിയാക്ഷൻസ് ആണ് ഈ കാൻഡിലിവറിന്റെ അവിടെ ഉണ്ടാവുക. VA, HA ആൻഡ് MA. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്താൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻറ്റ് 0 ആണ്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്താൽ എനിക്ക് HA = 0 എന്ന് കാണിക്കാൻ പറ്റും. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുത്താൽ VA = ½ × 5 × 6 which implies VA = 15 kilonewton എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. MA എന്ന് പറഞ്ഞ മൊമെന്റ് എനിക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആക്ഷൻ ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻറ്റു L/3. അപ്പോൾ 15 × 3 45 അല്ലേ? 15 × 2 ½ × 5 × 5 × 2 30 kilonewton meter. 30 kilonewton meter MA എന്ന് പറഞ്ഞിട്ടുള്ള മൊമെന്റ്. അപ്പോൾ MA എന്ന് പറയുന്ന മൊമെന്റ് എനിക്ക് ഈ ഒരു ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ്. എൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫർ ചെയ്യാൻ പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, MA എന്ന് പറഞ്ഞ മൊമെന്റിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആണ്. അപ്പോൾ റിയാക്ഷൻസ് എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ഇനി കണ്ടുപിടിക്കുന്നത് SFD-BMD. ഓക്കെ, SFD-BMD വരയ്ക്കുമ്പോൾ എനിക്കറിയാം y = mx². UVL ആയതുകൊണ്ട് അതൊരു പാരബോളിക് നേച്ചറിലാണ് എൻ്റെ SFD വരേണ്ടത്. SFD തന്നെ പാരബോളിക് നേച്ചറിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഫ്രീ എൻഡിൽ നിന്ന് തുടങ്ങാം. കാൻഡിലിവർ എനിക്ക് അങ്ങനെ തുടങ്ങുന്നതാണ് സൗകര്യം. അപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് വേണ്ട, ഞാൻ എയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എയിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ VA എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ 15ലേക്കായിരിക്കും എൻ്റെ ആദ്യത്തെ പോയിന്റ് പോവുക. 15 എന്ന് പറയുന്ന കാര്യമായിരിക്കും പോയിന്റ് പോവുക. B എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും 10 ആണ് അല്ലെ? B എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ 10 വരില്ല, 0ലേക്ക് വരാം. ഓക്കെ, 15 എന്ന് പറയുന്ന വാല്യൂവിൽ പോകും. 15 മൈനസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ½ × 5 × 15.
ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് 10ലേക്ക് പോകും. 10ലേക്ക് പോകുമ്പോൾ ഞാൻ സീറോയിലേക്ക് പോകും. സീറോയിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇവിടെ പാരബോളിക് ഷേപ്പ് എങ്ങനെ വരയ്ക്കും? എന്റെ ഷിയർ ഫോഴ്സിന്റെ റേറ്റ് ഓഫ് ലോഡിംഗ് കൂടി നിൽക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്, റേറ്റ് ഓഫ് ലോഡിംഗ് കുറഞ്ഞു നിൽക്കുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഞാൻ പാരബോള ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഞാൻ ഇവിടെ നിന്നൊരു ടാൻജന്റ് വരച്ചാൽ അത് മാക്സിമം ആയിരിക്കണം. ഇത് ഓൾമോസ്റ്റ് ഇവിടെ നിന്നേ സീറോയിലേക്ക് തട്ടി കേട്ടോ. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ വരയ്ക്കും. സ്ട്രൈറ്റ് ലൈൻ അല്ല, സെക്കൻഡ് ഡിഗ്രി പാരബോള. ഓക്കെ, ഇവിടെ ക്രോസിംഗ് പോയിന്റ് ഇല്ല, ഷിയർ ഫോഴ്സ് ഒരിടത്തും സീറോ ആവുന്നില്ല. ഓക്കെ, ഷിയർ ഫോഴ്സ് ഒരിടത്തും സീറോ ആവുന്നില്ല. എവിടെ 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 തീറ്റ മാക്സ്. ഇവിടെ ഞാൻ ടാൻജന്റ് വെച്ചാൽ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ ഫ്രീ എൻഡിൽ നിന്ന് ഞാൻ വരച്ചു തുടങ്ങുവാണ്. ഫ്രീ എൻഡിൽ നിന്ന് വരയ്ക്കുമ്പോൾ എനിക്കറിയാം ഇവിടുത്തെ ഷിയർ ഫോഴ്സ് സീറോ ആണ്. അപ്പോൾ എൻ്റെ സ്ലോപ്പ് ഇവിടെ സീറോ ആയിട്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് തുടങ്ങണം. ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്, എൻ്റെ സ്ലോപ്പ് അവിടെ മാക്സിമം ആവുന്ന രീതിയിൽ എൻ്റെ ബെൻഡിങ് മൊമെന്റ് അവസാനിക്കണം. ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, തേർഡ് ഡിഗ്രി പാരബോള. തേർഡ് ഡിഗ്രി മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുത്തിട്ട് ഞാൻ റൈറ്റ് സൈഡ് നോക്കിയാലോ ഇത് മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. ഞാനിത് വീണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. താഴോട്ട് വരച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇതുവരെ മുകളിലോട്ട് വരച്ച് തുടങ്ങിയിട്ട് ഇതിൽ മാത്രം താഴോട്ട് വരയ്ക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കും. ഇതേ ഒരു പാരബോളിക് നേച്ചറിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് തേർഡ് ഡിഗ്രി പാരബോള. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സ് സീറോ ആണ്. ഷിയർ ഫോഴ്സ് സീറോ ആകുമ്പോഴത്തേക്കും നാച്ചുറലി അവിടുത്തെ സ്ലോപ്പ് സീറോ ആണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്, നാച്ചുറലി അവിടുത്തെ സ്ലോപ്പ് മാക്സിമം ആണ്. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് നോക്കിയാൽ എം എ വിൽ ബി ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ മീറ്റർ. 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആണ് അവിടെ ആക്ട് ചെയ്യുക. അതായത് ഈ 30 കിലോ ന്യൂട്ടൺ മീറ്റർ സെക്ഷന്റെ നൈസ്, വെരി നൈസ്. ഇത് താഴോട്ട് തന്നെയാണ് വരേണ്ടിയിരുന്നത്. കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഈ കൺസിക്യൂട്ടീവ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുത്താൽ എനിക്ക് എല്ലാ ലോഡുകളും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ നോക്കിയാൽ. അപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്നതല്ല, നെഗറ്റീവിലേക്കാണ് ഞാൻ വരയ്ക്കേണ്ടത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡിലേക്കാണ് അത് വരുന്നത്. ഓക്കെ, ടാൻജന്റ് ഞാൻ വരച്ചാൽ ഇവിടെ എനിക്ക് ഷിയർ ഫോഴ്സ് സീറോ ആയത് കാരണം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. പ്രൊഫൈൽ ഞാൻ വരയ്ക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്. ഇവിടെ ഞാൻ പ്രൊഫൈൽ വരച്ചാൽ കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്. കംപ്ലീറ്റ്ലി ഹോഗിങ് ആണ്. അപ്പോൾ എന്റെ കാൻഡിലിവർ വിത്ത് UVL-ന്റെ SFD BMD ഇങ്ങനെ ഒരു ഷേപ്പ് ആണ്. സെക്കൻഡ് ഡിഗ്രി പാരബോളയാണ് എന്റെ SFD. BMD എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പാരബോളയാണെന്നും കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. ഞാൻ ഇനി ഒരു വീഡിയോ കൂടെ ചെയ്യും SFD-യുടെ. അത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് വീവിൽ ഈ 3 കാര്യങ്ങളും കൂടെ കയറി വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അതിന്റെ SFD BMD, അതായത് UVL, UDL പോയിന്റിലൂടെ ഞാനൊരു കോൺസെൻട്രേറ്റഡ് മൊമെന്റും കൂടെ ഞാൻ ഇടുവാണ്. കോൺസെൻട്രേറ്റഡ് മൊമെന്റ് പറയുന്നില്ല സിലബസിൽ, പക്ഷേ സ്റ്റിൽ ഞാൻ നോക്കട്ടെ. സിലബസ് നോക്കിയിട്ട് ഞാൻ സിലബസ് പറയുന്നത് ഞാൻ ഇടുന്നുള്ളൂ. കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആക്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ തൽക്കാലം ഞാൻ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വീഡിയോ ചെയ്യുന്നു. കാരണം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടും പോർഷൻസ് മാക്സിമം എനിക്ക് കവർ ചെയ്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ടും സിലബസിൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഇല്ലെങ്കിൽ ഞാൻ അത് ഇടില്ല. ബാക്കി 3 ലോഡിംഗ് കേസസ് മാത്രം വെച്ചിട്ടായിരിക്കും ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ SFD BMD ചെയ്യുക. എന്നിട്ട് ഞാൻ മൊഡ്യൂൾ 4 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്തത് മൊഡ്യൂൾ 4 ഞാൻ പ്രോബ്ലം ചെയ്ത് പോവാന്ന് വിചാരിക്കുക. അതായത് മൊഡ്യൂൾ 4 തിയറി കംപ്ലീറ്റ് തീർത്തിട്ട് മൊഡ്യൂൾ 4ന്റെ പ്രോബ്ലം, അതായത് ഞാൻ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ കിട്ടുന്ന രീതിയിൽ ഞാൻ പ്രോബ്ലം ചെയ്യത്തുള്ളൂ.
അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തിലെ പ്രോബ്ലം അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്ത് എല്ലാ മൊഡ്യൂളും തീർത്തതിന് ശേഷം ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. തിയറിറ്റിക്കലി എല്ലാ കാര്യങ്ങളും എടുത്തു പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.